തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF അവിശ്വാസ പ്രമേയ തീരുമാനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ LDF. അടുത്ത ദിവസമാണ് കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം. വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റി നിലപാട് കാത്തിരിക്കുകയാണ് കോർപ്പറേഷനിലെ LDF നേതൃത്വം. അതേസമയം ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൌൺസിലർ R. സുഗതനെ അതിവേഗം സത്യപ്രതിജ്ഞയ്ക്ക് എത്തിക്കാനുള്ള നിയമപോരാട്ടങ്ങൾ സജീവമാക്കുകയാണ് BJP നേതൃത്വം. സുഗതനെ തിരികെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭ അധികാര അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറുകയാണ്. റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, നഗരസഭ നാളെ എന്തായാലും നഗരസഭയുടെ പരിസരം ചൂടുപിടിക്കുന്ന ഉറപ്പാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അവിശ്വാസ പ്രമേയ നീക്കവും LDF ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ടോ? പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ? തീർച്ചയായും ഗൂഗിൾ അത്തരമൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിനൊപ്പം എങ്ങനെ നിൽക്കും BJPയെ നേരിടാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും LDFിനകത്തുള്ള ആശയക്കുഴപ്പം. അതേസമയം BJPയെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഏത് വിധേനയും മുതലാക്കണമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPMനകത്തുണ്ട്. എന്തായാലും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജില്ലാ ഘടകം. V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ, V. ജോയി ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളുന്നില്ല ഈ കോൺഗ്രസിനൊപ്പം നഗരസഭയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും കോൺഗ്രസിന്റെ വിമതനായിട്ടുള്ള ഒരു കൗൺസിലറുണ്ട്, സുധീഷ. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത ദിവസം ഈ നടക്കുന്ന കൗൺസിൽ യോഗത്തിലൂടെ ഒരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം നടക്കുകയാണ്. ഒപ്പം നാളെ UDFന്റെ വലിയൊരു പ്രതിഷേധം നഗരസഭയിലേക്ക് നടക്കാനും പോകുന്നു. വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകും തിരുവനന്തപുരം നഗരസഭ നാളെ എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതേസമയം 3 യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെങ്കിൽ അസാധുവാകും കൗൺസിലർ സ്ഥാനം എന്നുള്ളതിൽ ഉറപ്പില്ല ഈ സുഗതന്റെ. അതേസമയം സുഗതനെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോവുകയാണ്. നിലവിൽ ഇപ്പോൾ നാളെ കൂടി പങ്കെടുക്കാതിരുന്നാൽ 3 പ്രാവശ്യം ആബ്സെന്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുഗതൻ പോകുമെന്നാണ് LDF ആരോപിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും സുഗതൻ പങ്കെടുത്തു എന്നുള്ളതാണ് BJP പറയുന്നത്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ പങ്കെടുക്കാതിരുന്നാൽ അത് ആദ്യ കൗൺസിലായി മാറും എന്നുള്ളതാണ്. എന്തായാലും അവിശ്വാസം പാസ്സാക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകും. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നായിരിക്കും അത്തരമൊരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നാളെ തിരുവനന്തപുരം നഗരസഭയിൽ കാര്യങ്ങൾ ചൂടുപിടിക്കുമെന്ന് ഉറപ്പാണ്. പ്രതിഷേധവും ഒപ്പം അവിശ്വാസ പ്രമേയ നീക്കവുമാണ്. ഇനി UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമോ എന്നത് മാത്രമാണ്. LDFന്റെ നിലപാട് എന്താണെന്നാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.